ഹലോ! ഇന്ന് നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത് ചാളയാണ്. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കിയാലോ? പക്ഷേ ഇത് ചാള എങ്ങനെ നന്നാക്കുന്നതെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എങ്ങനെയാണ് മീൻ നന്നാക്കാൻ പഠിച്ചത് എന്നുള്ളൊരു സ്റ്റോറിയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു സ്റ്റോറി ആയിട്ട് പറയാനൊന്നും ഇല്ലെങ്കിലും കുറച്ചൊരു സ്റ്റോറിയാണ്. പണ്ട് ഉമ്മച്ചി അടുക്കളയിൽ നിന്ന് മീൻ നന്നാക്കുമ്പോൾ ഞാൻ അവിടുത്തെ കൗണ്ടർ ടോപ്പിൽ കയറിയിരിക്കും. മീൻ നന്നാക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ചെതമ്പലും മീൻ വെള്ളവും ചോരയൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും ഞാൻ അവിടെ തന്നെ കയറിയിരിക്കും. നേരത്തെ ചെതമ്പൽ തെറിക്കും നിന്നെ മീൻ നാറും എന്നൊക്കെ ഉമ്മച്ചി കുറേ പറയുമെങ്കിലും ഞാൻ ആ ഒരു മീൻ നന്നാക്കണ താളവും ഈണവും ഒക്കെ നോക്കി അവിടെ തന്നെ ഇരിക്കും. എൻ്റെ ഉമ്മ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഉമ്മച്ചി മീൻ നന്നാക്കണം നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ആ മീൻ വെള്ളമൊക്കെ തെറിച്ച് അവിടെ ഇരുന്നത് വെറുതെ ആയില്ല. ഇപ്പം എനിക്ക് അത്യാവശ്യത്തിന് മീൻ നന്നാക്കാനൊക്കെ അറിയാം. മീനുകളിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മീനുകളുണ്ട് എനിക്ക് നന്നാക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. പക്ഷെ ബാക്കിയുള്ളത് ഇഷ്ടമല്ല എന്നല്ല. അയല, ചെമ്മീൻ, കൂന്തള്, ഞണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എനിക്ക് നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടപ്പെട്ട മീനാണ് നന്നാക്കാനുള്ളതെങ്കിൽ ഉമ്മച്ചീനെയും അതേപോലെ എൻ്റെ നാത്തൂനെ കൊണ്ട് ഞാൻ തൊടിയിപ്പിക്കാറേ ഇല്ല. നന്നാക്കുമ്പോൾ കുറച്ച് അധികം സമയം എടുക്കണോണ്ട് തന്നെ ഉമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ കൂടാറുണ്ട്. ആക്ച്വലി സഹായിക്കാനല്ല, പെട്ടെന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബൈ.